ആഗോള നയതന്ത്രത്തിൽ ചില നിമിഷങ്ങളുണ്ട്, അവ തികച്ചും സാധാരണമായി തോന്നാം. എന്നാൽ അത് ഒരു മുന്നറിയിപ്പായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് വരെ. ഒരൊറ്റ സെൽഫി വാഷിംഗ്ടണിലെ ഒരു കൊടുങ്കാറ്റിന്റെ കേന്ദ്രമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ മുദ്രാവാക്യങ്ങളിലല്ല, തിരഞ്ഞെടുപ്പുകളിലാണ് രൂപപ്പെടുന്നത് എന്നത് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ആ തെരഞ്ഞെടുപ്പ് ഡൊണാൾഡ് ട്രംപിനെ തന്നെ ഉറ്റുനോക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുമിച്ചുള്ള കാർ സെൽഫി യു എസ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ യു എസിന്റെ പാർലമെന്റിലെ ഉന്നതതല നയരൂപീകരണ ഹിയറിംഗിൽ വലിയ രാഷ്ട്രീയ സ്ഫോടനത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ ഇന്ത്യ നയം അമേരിക്കൻ താൽപര്യങ്ങളെ തകർക്കുകയും ഇന്ത്യയെ റഷ്യയിലേക്ക് തള്ളിവിടുകയാണെന്നും കോൺഗ്രസ് വനിത, അതായത് അവിടുത്തെ പാർലമെന്റ് അംഗം സിഡ്നി കമലാഗർ ഡോവ് ഈ ചിത്രം ഉയർത്തിക്കാട്ടി വാദിച്ചു. മോദി പുടിൻ സെൽഫിയെ യു എസ് നേതൃത്വത്തിലെ പിഴവുകളുടെ പ്രതീകമായിട്ടാണ് കമലാഗർ ഡോവ് അവതരിപ്പിച്ചത്. നമ്മുടെ മൂക്ക് ചെത്തി നമ്മുടെ തന്നെ മുഖം വികൃതമാക്കുന്നതിന് തുല്യമാണ് ട്രംപിന്റെ വിദേശ നയം, ട്രംപിന്റെ ഇന്ത്യയോടുള്ള നയം എന്നാണ് ഇവർ വിമർശിക്കുന്നത്. തന്ത്രപരമായ പങ്കാളികളെ ശത്രുക്കളുടെ കൈകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? അങ്ങനെയല്ല നോബൽ സമ്മാനം ലഭിക്കുന്നത് എന്നവർ തുറന്നടിച്ചു. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയ ട്രംപിന്റെ പ്രധാന നയങ്ങളെ അവർ അക്കമിട്ട് നിരത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 50% തീരുവ, ഇന്ത്യ വഴി വരുന്ന റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ചുമത്തിയ 25% അധിക തീരുവ, ഇന്ത്യൻ പൗരന്മാരെയും യു എസ് നവീകരണത്തെയും ഒരുപോലെ ബാധിക്കുന്ന H-1B വിസ അധിക ഫീസ് ഏതാണ്ട് $1 ലക്ഷം അടുപ്പിച്ചുണ്ട്. ഈ നയങ്ങൾ കാരണം ട്രംപ് ഇന്ത്യയെ നഷ്ടപ്പെടുത്തിയ പ്രസിഡന്റായി മാറിയേക്കാമെന്നും കമലാഗർ ഡോവ് മുന്നറിയിപ്പ് നൽകി. ഈ നീക്കങ്ങൾ ക്വാഡ് പോലുള്ള തന്ത്രപരമായിട്ടുള്ള സഖ്യങ്ങളെ ദുർബലപ്പെടുത്തുകയും ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടി പോലും വൈകിപ്പിക്കാനും അത് കാരണമാക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഹിയറിംഗിൽ പങ്കെടുത്ത മറ്റൊരു പാർലമെന്റ് അംഗമായിട്ടുള്ള അമി ബെര പിന്നെ കമലാഗർ ഡോവിന്റെ ആശങ്കകളോട് യോജിച്ചു. എന്നാൽ ഇന്ത്യയുടെ ദീർഘകാല താല്പര്യം പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ടാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഉയർന്ന H-1B ഫീസ് അമേരിക്കൻ കമ്പനികളെയും വേദനിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അംഗീകരിച്ചു. കൂടാതെ റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധം ഉപയോഗിച്ച് ഉക്രൈനിലെ സമാധാന നീക്കങ്ങൾക്ക് ഇന്ത്യക്ക് സഹായിക്കാനാകുമെന്നും ബേര അഭിപ്രായപ്പെട്ടു. ആ മോദി പുടിൻ സെൽഫി യാദൃശ്ചികമായിരുന്നില്ല, അതൊരു ശക്തമായിട്ടുള്ള സൂചന തന്നെയായിരുന്നു. യു എസ് ഇന്ത്യയെ അകറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ തന്ത്രപരമായ ശൂന്യത അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള ശൂന്യത നികത്താൻ മറ്റു രാജ്യങ്ങൾ സന്നദ്ധരാകും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. അമേരിക്ക ഇല്ലെങ്കിൽ ആ സ്ഥാനം മറ്റാരെങ്കിലും കൈക്കൊള്ളും എന്നുള്ള രീതിയിലാണ് ഇന്ത്യ റഷ്യൻ സൗഹൃദത്തിനെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് നയതന്ത്രപരമായ യാത്രയെ അന്തമായി കാണരുത്. വളരെ വൈകുന്നതിന് മുമ്പ് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് വാഷിംഗ്ടണിന് ഇപ്പോൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.